ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ക്രൂയിസ് കമ്പനികളൊന്നായിരുന്നു വൈറ്റ് സ്റ്റാർ ലൈൻ. വൈറ്റ് സ്റ്റാർ ലൈനിൻ്റെ ഫ്ലാഗ്ഷിപ്പായിരുന്നു ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ. ടൈറ്റാനിക്കിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ടൈറ്റാനിക്കിന് എന്ത് സംഭവിച്ചു എന്നും എന്തുകൊണ്ടാണ് ടൈറ്റാനിക് മുങ്ങിയതെന്നൊക്കെ നമ്മളൊരു സിനിമയുടെ രൂപത്തിൽ വരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ അതിപ്രശസ്തമായ ഈ ടൈറ്റാനിക് കമ്പനി ഓർഡർ ചെയ്ത സമയത്ത് തന്നെ മറ്റ് രണ്ട് കപ്പലുകൾ കൂടി പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് വൈറ്റ് സ്റ്റാർ ഗ്രൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നിൻ്റെ പേര് ഒളിമ്പിക് എന്നും മറ്റൊന്നിൻ്റെ പേര് ബ്രിട്ടാനിക് എന്നുമായിരുന്നു. ബ്രിട്ടാനിക്കിൻ്റെ ആദ്യത്തെ പേര് ജൈജാൻറ്റിക് എന്നായിരുന്നു, പിന്നീട് അത് മാറ്റിയിട്ട് അവർ ബ്രിട്ടാനിക് എന്നാക്കിയതാണ്. എന്നാലും ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പുകൾ അല്ലെങ്കിൽ ഒരു അമ്മ പറ്റ 3 മക്കളെ പോലെ കൺസിഡർ ചെയ്തിരുന്ന കപ്പലുകളായിരുന്നു ഒളിമ്പിക്കും ബ്രിട്ടാനിക്കും. 1912 നമ്മുടെ ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നത്. ആ കഥ എല്ലാവർക്കും അറിയാം. അതിനുശേഷം 1912 ടൈറ്റാനിക് മുങ്ങിയതിന് ശേഷമാണ് മുങ്ങിയ സമയത്ത് തന്നെ സർവീസിലുണ്ടായിരുന്ന ഒരു കപ്പലായിരുന്നു ഒളിമ്പിക് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒളിമ്പിക്കും പിന്നീട് പല അപകടങ്ങളിൽപ്പെട്ട് ചാടുകയും കമ്പനിക്ക് ഒളിമ്പിക്കിനെയും സർവീസിൽ നിന്ന് മാറ്റേണ്ടി വന്നു. അതുവരെ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പലായിരുന്നു ബ്രിട്ടാനിക് എന്ന കപ്പൽ. ടൈറ്റാനിക്കിൻ്റെ അതേ എഞ്ചിനീയർമാർ തന്നെ ഉണ്ടാക്കിയ ബെൽഫാസ്റ്റ് ഉണ്ടാക്കിയ നോർത്തേൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന ഡ്രൈ ഡോക്കിൽ നിർമ്മിച്ച ബ്രിട്ടാനിക് ആദ്യം അതിൻ്റെ ഭീമാകാരമായ സൈസ് കൊണ്ടും അതിലെ ലക്ഷറി കൊണ്ടും ജൈജാൻറ്റിക് എന്ന പേരിടാനാണ് അവർ ആദ്യം തീരുമാനിച്ചത്. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ അപകടപ്പാടായപ്പോൾ അവർക്ക് അതിന് കൺഫ്യൂഷനായിട്ട് പിന്നീട് അതിൻ്റെ പേര് ബ്രിട്ടാനിക് എന്ന് മാറ്റി. എന്നിരുന്നാലും ടൈറ്റാനിക്കിനെ പോലെ തന്നെ ബ്രിട്ടാനിക്കും കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഓടി നിറങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഈ 3 കപ്പലുകളിലും അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് 3 കപ്പലുകളും അപകടം തരണം ചെയ്ത സമയത്തും ആ 3 കപ്പലുകളിലും ജോലി ചെയ്തിരുന്ന ഒരു നഴ്സും ഉണ്ടായിരുന്നു. അവർ നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയ സമയത്ത് അവരെ കപ്പലുണ്ട്, അതുപോലെ ഒളിമ്പിക് അപകടത്തിൽപ്പെട്ടപ്പോഴും ആ കപ്പലുണ്ട്. അവിടെ അവസാനിച്ചില്ല, നമ്മളുടെ ബ്രിട്ടാനിക് മുങ്ങിയപ്പോഴും അവരാ കപ്പലത്തിലുണ്ടായിരുന്നു, ആ കപ്പലിൽ അവരുണ്ടായിരുന്നു. ഈ 3 കപ്പലുകളുടെയും തിരോധാനം വൈറ്റ് സ്റ്റാർ അലയൻസിനെ ക്രൂയിസ് ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറ്റിമറിച്ചു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ 3 കപ്പലുകളുടെയും കഥയല്ല, മറിച്ച് ബ്രിട്ടാനിക് എന്ന കപ്പലിന് ടൈറ്റാനിക്കിൻ്റെ സിസ്റ്റർ ഷിപ്പായിട്ടുള്ള ബ്രിട്ടാനിക് എന്ന കപ്പലിൽ എങ്ങനെയാണ് കടലിൽ മുങ്ങിപ്പോയത് എന്നുള്ള ദാരുണമായ കഥയാണ്. യു ആർ വാച്ചിങ് ജേർണീസ് ഓഫ് കപ്പിത്താൻ വിത്ത് കപ്പിത്താൻ. വെൽക്കം ബാക്ക്. നമുക്ക് എല്ലാവർക്കും അറിയാം 1912 ടൈറ്റാനിക് എന്ന കപ്പൽ മുങ്ങിപ്പോയിട്ടുള്ളത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്രാമധ്യേ മഞ്ഞുമലയിൽ കൂട്ടിയിടിച്ചിട്ടാണ് ടൈറ്റാനിക് മുങ്ങിപ്പോയിട്ടുള്ളത്. എങ്ങനെയാണ് ടൈറ്റാനിക് മുങ്ങിപ്പോയതെന്നും വിസ്തരിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ടൈറ്റാനിക് സിനിമ കണ്ട എല്ലാവർക്കും അറിയാം എന്താണ് ടൈറ്റാനിക്കിന് സംഭവിച്ചതുള്ളത്. ടൈറ്റാനിക് മുങ്ങുന്നതിന് 1 വർഷം മുമ്പാണ് കമ്പനി തങ്ങളുടെ അടുത്ത കപ്പലായിട്ടുള്ള ഒളിമ്പിക്കിനെ സർവീസിലിടുന്നത്. 1911 തൻ്റെ മെയ്ഡൻ വോയേജിൽ ഒളിമ്പിക് ബെൽഫാസ്റ്റിൽ നിന്നും ന്യൂയോർക്കിലേക്ക് 8,000-ഓളം ആളുകളെയാണ് കൊണ്ടുപോയത്. 8,000-ഓളം പാസഞ്ചേഴ്സിനെയാണ് അവർ കൊണ്ടുപോയത്. അന്നത്തെ കാലത്ത് ലക്ഷറിയുടെ അവസാനത്തെ വാക്കായിരുന്നു ഒളിമ്പിക് എന്ന് പറയുന്ന കപ്പൽ. അതിദാരുണമെന്ന് പറയട്ടെ, 1912 നമ്മളുടെ ടൈറ്റാനിക് മഞ്ഞുമലയിൽ ഇടിച്ചുകൊണ്ട് അറ്റ്ലാന്റിക്കിൻ്റെ ആഴങ്ങളിലേക്ക് താഴ്ന്നിറങ്ങി പോകുന്നത്. ടൈറ്റാനിക്കിൻ്റെ അപകടത്തിൽ ലോകത്തിന് നഷ്ടമായത് 1000-ലേറെ ജീവനുകളാണ്. ഒരിക്കലും തകരില്ലെന്ന് നേവൽ ആർക്കിടെക്റ്റുമാർ എഴുതി ഒപ്പിട്ട് കൊടുത്ത കപ്പലായിരുന്നു ടൈറ്റാനിക്. ആ കപ്പലിൻ്റെ തകർച്ച, കടലിൻ്റെ ആഴങ്ങളിലേക്ക് അത് മുങ്ങിപ്പോയത് കപ്പലിൻ്റെ മുതലാളിക്കും അതുപോലെ തന്നെ അവിടുത്തെ സഞ്ചാര കപ്പലുകളിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കും ചെറുതൊന്നല്ലാത്ത ഭീതിയാണ് സമ്മാനിച്ചത്. മാത്രമല്ല, ഈ ടൈറ്റാനിക്കിൻ്റെ അപകടം കൊണ്ടാണ് കപ്പലിൽ ഒരുപാട് സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും ഒരുപാട് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സൊക്കെ പിന്നീട് ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നത്. ടൈറ്റാനിക്കിൻ്റെ അപകടത്തോടു കൂടി നമ്മുടെ വൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിൻ്റെ ആയിരുന്നു ആ കപ്പൽ ടൈറ്റാനിക്. അവരുടെ ക്രൂയിസ് ഷിപ്പുകളിൽ ആളുകൾ കയറാണ്ടൊക്കെ ആയി. ആ സമയത്താണ് ഈ ഒളിമ്പിക്കും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒളിമ്പിക്കിനും ടൈറ്റാനിക്കിൻ്റെ SOS സന്ദേശം, അതായത് അവർ അപകടത്തിലാണെന്നുള്ള സന്ദേശം ഒളിമ്പിക്കിനും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ന്യൂയോർക്കിലും ഇടയിലുള്ള ഓട്ടത്തിനിടയിലാണ് ടൈറ്റാനിക് മുങ്ങുന്നവരും അവർക്ക് ലഭിക്കുന്നത്. ടൈറ്റാനിക്കിലെ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒളിമ്പിക്കും തങ്ങളുടെ റൂട്ട് മാറ്റി ടൈറ്റാനിക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ അടുത്തേക്ക് എത്താൻ ഒരുപാട് ദൂരമുള്ളത് കൊണ്ട് തന്നെ അന്ന് ആ ശ്രമം വിജയിപ്പിക്കാൻ ഒളിമ്പിക്കിന് കഴിഞ്ഞില്ല. പിന്നീട് മറ്റൊരു കപ്പലാണ്, ഒരു കാർഗോ ഷിപ്പാണ്
ടൈറ്റാനിക്കിൽ ഉണ്ടായിരുന്ന പാവങ്ങളെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, യാത്രക്കാരെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി കമ്പനി 2 ക്രൂയിസ് ഷിപ്പുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടൈറ്റാനിക് മുങ്ങിപ്പോകുന്നത്. അവിടെ ഒരു വലിയ ബിസിനസ് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയ കമ്പനി തങ്ങളുടെ അടുത്ത സിസ്റ്റർ ഷിപ്പായിട്ടുള്ള ടൈറ്റാനിക്കിനേക്കാളും സൈസ് കൊണ്ടും ആഡംബരങ്ങൾ കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു കപ്പലിനെ അവർ നിരത്തിലെടുക്കാൻ തീരുമാനിച്ചു. ടൈറ്റാനിക്കിന് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ടൈറ്റാനിക് സിംഗിൾ ഹള്ളായിരുന്നു, അതായത് ഒറ്റ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. അതിന് പകരം ഡബിൾ ഹൾ ചെയ്തു. കാരണം ടൈറ്റാനിക് മുങ്ങാനുള്ള കാരണം കപ്പലിൻ്റെ മഞ്ഞുമലയിൽ ഇടിച്ചപ്പോൾ അതിൻ്റെ ഹൾ, അതായത് ആ സ്ട്രക്ചർ പൊളിഞ്ഞു പോയത് കൊണ്ട് വെള്ളം കയറിയിട്ടാണെന്നാണ് ആദ്യം പ്രാഥമികമായിട്ടുള്ള അന്വേഷണങ്ങൾ തെളിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു കപ്പലിടിച്ചാൽ ഒരു പാളി കൂടി ഉണ്ടാക്കിയിട്ട്, ഒരു സൈഡ് പൊട്ടിയാലും കുഴപ്പമില്ല, വെള്ളം കയറിയാലും അടുത്തൊരു പാളിയും കൂടി ഉണ്ടാക്കിയിട്ട് 2 ഹള്ളായിട്ടാണ് ഇവർ ബ്രിട്ടാനിക്കിനെ സൃഷ്ടിച്ചത്. ബ്രിട്ടാനിക്കിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അന്ന് വരെ കണ്ടതിൽ വെച്ച് ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരുന്നു ബ്രിട്ടാനിക്. പക്ഷേ ഈ സമയത്ത് തന്നെയാണ് വേൾഡ് വാർ, 1ാം ലോക മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ, ഈ ബ്രിട്ടാനിക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒളിമ്പിക് എന്ന കപ്പൽ, ടൈറ്റാനിക്കിൻ്റെ തന്നെ മറ്റൊരു സിസ്റ്റർ വെസലായിട്ടുള്ള ഒളിമ്പിക് എന്ന കപ്പൽ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കപ്പൽ ആദ്യം ഒരു കാർഗോ ഷിപ്പുമായിട്ട് അപകടമുണ്ടായിട്ട് തിരിച്ച് വീണ്ടും ഡോക്കിലേക്ക് വന്ന് നന്നാക്കിയിട്ട് വീണ്ടും ഇവർ സർവീസിന് ഇറക്കി. ഒളിമ്പിക് പ്രത്യേകിച്ച് ഒരു ചില്ലറ ആക്സിഡൻ്റൊക്കെ നടന്നെങ്കിലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരുപാട് സഞ്ചാരികളെയും അതുപോലെ സൈനികരെയൊക്കെ വഹിച്ചുകൊണ്ട് 1ാം ലോക മഹായുദ്ധ കാലത്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ സർവീസ് നടത്തി. പ്രത്യേകിച്ച് പേരുദോഷമൊന്നും കേൾപ്പിക്കാണ്ട് വളരെ മനോഹരമായിട്ട് ഇങ്ങനെ കടലിലൂടെ ആടി നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മുടെ ഒളിമ്പിക് ഒരു ലൈറ്റ് ഷിപ്പിനെ ഇടിച്ചുകൊണ്ട് മുങ്ങുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. പക്ഷേ മുങ്ങിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ അവർക്ക് ആ കപ്പലിനെ മുങ്ങുന്നതിൽ രക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഒളിമ്പിക് പക്ഷേ വീണ്ടും ഒരു സർവീസിലേക്ക് കൊണ്ടുപോകാനോ റിപ്പയർ നടത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി കമ്പനിയുടെ പേരുദോഷവും 2-3 ഇടിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒളിമ്പിക്കിനെ പിന്നീട് സർവീസിലെടുക്കാൻ കമ്പനി തീരുമാനിച്ചില്ല. പകരം ഒളിമ്പിക്കിനെ പൊളിച്ച് വിൽക്കാൻ തീരുമാനിച്ചു. ഒളിമ്പിക്കും കൂടി പോയ സ്ഥിതിക്ക് അവിടുത്തെ സഞ്ചാര നൗകകളിൽ, പാസഞ്ചർ ഷിപ്പുകൾക്ക് ഇനി ഒരു ഇടമില്ലാതായിപ്പോയി. മാത്രമല്ല വേൾഡ് വാർ, 1ാം ലോക മഹായുദ്ധം ഭയങ്കരമായിട്ട് കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു 1910, 11, 12, 13 ഒരു കാലഘട്ടം. എന്തായാലും ആ സമയത്താണ് ഇംഗ്ലണ്ടിൻ്റെ രാജ്ഞിക്ക് തങ്ങളുടെ സൈനികന്മാരെ, ജർമ്മനിയുമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന കോയലേഷൻ ഫോഴ്സിൻ്റെ ഭാഗമായിരുന്ന ബ്രിട്ടീഷ് ആർമിയിലുള്ളവരെയും യൂറോപ്യൻ ആർമിയിലുള്ളവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും അപകടപ്പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാനും നാട്ടിലുള്ള സൈനികരെ അങ്ങോട്ട് എത്തിക്കാനും ഒക്കെ കപ്പലിൻ്റെ സഹായം വേണ്ടി വന്നത്. മാത്രമല്ല ഇഞ്ചൂർഡ് ആയിട്ടുള്ള ആൾക്കാരെ, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേർക്ക് അപകടങ്ങൾ പറ്റുമല്ലോ, അപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലോട്ടിംഗ് ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാക്കാൻ അവർ തീരുമാനിച്ചു. ബ്രിട്ടീഷ് ഭരണകൂടം ഈ വൈറ്റ് സ്റ്റാർ ഗ്രൂപ്പുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയും ബ്രിട്ടാനിക് എന്ന സഞ്ചാര കപ്പലിനെ, ക്രൂയിസ് ഷിപ്പിനെ അവരൊരു ഹോസ്പിറ്റലാക്കി മാറ്റി ഒരു ഹോസ്പിറ്റൽ ഷിപ്പാക്കുകയും ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന രൂപമാറ്റങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഫുള്ളായിട്ട് വെള്ള പെയിൻ്റ് അടിച്ച് വലിയ ക്രോസ് ചിഹ്നമൊക്കെ വരച്ചിട്ട് ബ്രിട്ടൻ്റെ ആദ്യത്തെ ഫുള്ളി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഷിപ്പായിക്കൊണ്ട് ബ്രിട്ടാനിക്കിനെ മാറ്റി. ഇനീഷ്യലി കമ്പനി സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഉല്ലാസങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കപ്പലാണെങ്കിൽ കൂടി ഇത്തവണ ബ്രിട്ടാനിക്കിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ഹോസ്പിറ്റൽ ഷിപ്പായിട്ടാണ്. 1ാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടൻ്റെ ഫോഴ്സ്, കോയലേഷൻ ഫോഴ്സ്, അലൈഡ് ഫോഴ്സ് ജർമ്മനിക്കെതിരെ തുർക്കിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിട്ടൻ്റെ ഒരുപാട് സൈനികർക്ക് വളരെ വലിയ മാരകമായ പ്രഹരമേൽക്കുകയും ഒരുപാട് സൈനികരെ ബ്രിട്ടൻ നഷ്ടമാവുകയും ചെയ്തു. അപകടം പറ്റിയ ഈ സൈനികരെ ബ്രിട്ടൻ അവിടെ നിന്നും ഗ്രീസിലേക്ക് മാറ്റി, തുർക്കിയിൽ നിന്നും അവരെ ഗ്രീസിലെ കെയിലേക്ക് മാറ്റി. ഓൾറെഡി ഒരുപാട് കപ്പലുകൾ, ഇതുപോലെ മർച്ചൻ്റ് കപ്പലുകളെ എല്ലാം സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ബ്രിട്ടൻ ഓൾറെഡി ഒരു ഹോസ്പിറ്റൽ ഷിപ്പാക്കി മാറ്റിയിട്ടുള്ള നമ്മുടെ ബ്രിട്ടാനിക്കോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളെല്ലാവരും കൂടി ബ്രിട്ടാനിക് കപ്പലിൻ്റെ ക്യാപ്റ്റനോട് പറഞ്ഞു, നിങ്ങൾ കപ്പൽ കൊണ്ട് ഗ്രീസിലെ കിയയിൽ പോയി അവിടെയുള്ള സൈനികരെ എടുത്തുകൊണ്ട് തിരിച്ച് ബ്രിട്ടനിലേക്ക് വരണം. നമ്മുടെ സൈനികരാണ്, ബ്രിട്ടൻ്റെ സ്വന്തം സൈനികരാണ്, അപകടം പറ്റിയിട്ട് ഇപ്പോൾ അവരുള്ളത് എവിടെയാണ്? ഗ്രീസിലാണ്. അപ്പോൾ അവിടെ നിന്നും ആ സൈനികരെ എടുത്തുകൊണ്ട് നിങ്ങൾ ബ്രിട്ടനിലേക്ക് തിരികെ വരണം. പോകാനുള്ള സന്ദേശം ലഭിച്ച ഉടനെ തന്നെ കപ്പലിലെ ക്യാപ്റ്റൻ തൻ്റെ ക്രൂവിനെയും കൊണ്ട് അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന അവിടെയുള്ള ബ്രിട്ടീഷ് പൗരന്മാരായിട്ടുള്ള സൈനികരെ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരാൻ തൻ്റെ കപ്പലിൽ കൊണ്ട് മെഡിറ്ററേനിയൻ സീയിലൂടെ ഗ്രീസിനെ നോക്കി പാഞ്ഞുകൊണ്ടിരുന്നു. യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ഷിപ്പാണ് ബ്രിട്ടാനിക്. കാരണം
ടൈറ്റാനിക്കിൻ്റെ അപകടമുണ്ടായത് ഡബിൾ ഹൾ ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞതുകൊണ്ട് കപ്പൽ കൂടുതൽ സ്ട്രെങ്ത് ചെയ്തിട്ടുണ്ട്. ഡബിൾ ഹള്ളുണ്ട്, ഉള്ള ആൾക്കാരുടേക്കാളും ഡബിൾ എണ്ണത്തിൽ ലൈഫ് ബോട്ടുകളുണ്ട്, ലൈഫ് ജാക്കറ്റുകളുണ്ട്, സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അൺസിങ്കബിൾ ഷിപ്പ് എന്ന് വീണ്ടും ലേബൽ ചെയ്യപ്പെട്ട നിരത്തിലേക്ക് വന്ന ബ്രിട്ടാനിക് സുരക്ഷയുടെ എല്ലാ മാനദണ്ഡങ്ങളും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഗ്രീസിലേക്കുള്ള യാത്ര തുടങ്ങിക്കൊണ്ടേയിരുന്നു. 1916 നവംബർ മാസത്തിലെ ഒരു പുലരിയിൽ എല്ലാവരും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഡെക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകൾ അവരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറച്ചാളുകൾ മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നാവിഗേഷൻ ടീം നാവിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻജിൻ റൂമിലുള്ള ആളുകൾ എൻജിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തികച്ചും നോർമലായ ഒരു ദിവസത്തിൽ, ഒരു സുപ്രഭാതത്തിൽ രാവിലെ 8:12 കപ്പലിൻ്റെ മുൻഭാഗത്തു നിന്നും ഒരു വലിയ സ്ഫോടനമുണ്ടാകുന്നത്. സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ കപ്പൽ ചെറുതായിട്ടൊന്ന് റാറ്റിൽ ചെയ്യപ്പെട്ടു. ആ സ്ഫോടനത്തിൻ്റെ വൈബ്രേഷൻ ഏറ്റവും പുറകിലുണ്ടായിരുന്നവർക്ക് വരെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അതിഭീകരമായിട്ടുള്ളൊരു എക്സ്പ്ലോഷനായിരുന്നു അത്. സ്ഫോടനമുണ്ടായ ഉടനെ തന്നെ കപ്പലിൻ്റെ മുൻഭാഗത്തെ ബോയിലർ റൂമിൽ വെള്ളം ഇരച്ച് കയറാൻ തുടങ്ങി. ടൈറ്റാനിക്കിൻ്റെ അപകടത്തെ തുടർന്ന് കപ്പലിലെ കമ്പാർട്ട്മെൻറ്റുകളെ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്ന ഒരു കപ്പലായിരുന്നു ബ്രിട്ടാനിക്. സ്വാഭാവികമായും മുമ്പിലുണ്ടായത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെയിരുന്ന നാവിഗേറ്റിംഗ് ഓഫീസർ അതിൻ്റെ ആ സമയത്ത് തന്നെ ക്യാപ്റ്റനെ വിളിക്കുകയും എക്സ്പ്ലോഷൻ കേട്ട ഉടനെ തന്നെ താൻ ഇട്ടിരുന്ന ബർമുഡയിൽ ക്യാപ്റ്റൻ ബ്രിഡ്ജിലേക്ക് ഓടി വന്നു. സംഭവം വിശകലനം ചെയ്ത സമയത്ത് എന്താണ് പ്രത്യക്ഷത്തിൽ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ക്യാപ്റ്റൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിടുകയും കപ്പലിലെ മുഴുവൻ വാട്ടർ ടൈറ്റ് ബൾക്കഡുകൾ ക്ലോസ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വാട്ടർ ടൈറ്റ് ബൾക്കഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലൊരു വെസലുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ബോട്ടിലുണ്ടെങ്കിൽ, ഞാൻ ഈ ബോട്ടിലിനെ ഇങ്ങനെ 3 കഷ്ണമായി മുറിച്ച് ഈ 3 കഷ്ണങ്ങൾക്കിടയിലും ഒരു ഡോർ വെച്ചാൽ, വെള്ളം അങ്ങോട്ട് പോകാത്ത രീതിയിലൊരു ഡോർ വെച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതാണ് വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ. അപ്പോൾ അത്രയും വലിയ ഒരു കപ്പലിൻ്റെ ഓരോ സെക്ഷനിലുണ്ടായിരുന്ന വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് കപ്പലിൻ്റെ മുൻഭാഗത്ത് ഇരച്ചു കയറുന്ന ആ വെള്ളം പിൻഭാഗത്തേക്ക് വരാതിരിക്കാനുള്ള സെക്യൂറിംഗ് നടപടികൾ ക്യാപ്റ്റൻ ആരംഭിച്ചു. കപ്പൽ മുങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷ, കപ്പൽ മുങ്ങുമോ എന്നൊരു ഭയമുള്ളത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ അടുത്ത മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരുന്നു. ഒരു 6 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയുണ്ടായിരുന്ന ഒരു ദ്വീപിലേക്ക് കപ്പൽ ഇടിച്ചു കയറ്റാമെന്ന ഒരു പ്ലാനോടുകൂടി അദ്ദേഹം കപ്പൽ ഫുൾ സ്പീഡിൽ ഓടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ കപ്പലിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സ്പ്ലോഷൻ കാരണം ബോയിലർ റൂമിൽ മാത്രം കയറിയിരുന്ന വെള്ളം പിന്നീട് ബോയിലർ റൂമിൽ നിന്നും അടുത്ത കമ്പാർട്ട്മെൻറ്റിലേക്കും കയറി വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും കപ്പലിൻ്റെ മുൻഭാഗത്ത് വെള്ളം കയറി വരുമ്പോൾ കപ്പലിൻ്റെ പിൻഭാഗം മെല്ലെ മെല്ലെ പൊന്താൻ തുടങ്ങി. എന്നാലും തൻ്റെ മുന്നിലുണ്ടായിരുന്ന പ്ലാൻ വിജയിക്കുമെന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ക്യാപ്റ്റൻ ഫുൾ സ്പീഡിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന ആ ദ്വീപിലേക്ക് കപ്പലിനെ ഇടിച്ചു കയറ്റാനുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടേയിരുന്നു. നടുക്കടലിൽ കപ്പൽ മുങ്ങുന്നതിനേക്കാളും നല്ലത് ഒരു ഷോറിലേക്ക് ഇടിച്ചു കയറ്റി ആളുകളുടെ ജീവൻ രക്ഷിക്കുകയാണ് എന്ന ഉത്തമ ബോധ്യമുള്ള ആ ക്യാപ്റ്റൻ തൻ്റെ കപ്പലിനെ ഫുൾ സ്പീഡിൽ അങ്ങോട്ട് ഓടിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ കപ്പൽ മുങ്ങാൻ ചെറിയ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ക്യാപ്റ്റൻ കപ്പലിലെ എല്ലാവരോടും ബോട്ടുകളിലേക്ക് പോകാൻ പറഞ്ഞു. അതായത് ഇനിയൊരു അപകടമുണ്ടായാൽ ക്യാപ്റ്റൻ ലെറ്റ് ഗോ, അബാൻഡൻ ദ ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ രക്ഷപ്പെടാൻ പറ്റാവുന്ന രീതിയിൽ എല്ലാവരോടും ബോട്ടുകളിൽ കയറി സുരക്ഷിതമായി റെഡി ആയിരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അവസാന വാക്കായിട്ടുള്ള അബാൻഡൻ ഷിപ്പ് എന്ന വേർഡ് കേട്ടാൽ മാത്രമേ കപ്പലിൽ നിന്നും രക്ഷപ്പെടാവൂ എന്ന നിർദ്ദേശം കൂടി നൽകിക്കൊണ്ടാണ് ക്യാപ്റ്റൻ കപ്പലിനെ മുന്നോട്ടെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളം ഇരച്ചു കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇരച്ചു കയറിയ വെള്ളം മെല്ലെ മെല്ലെ കപ്പൽ ഡെക്കുകളിലേക്ക് വരാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും കപ്പൽ മുൻഭാഗത്തു നിന്നും ചെറുതായി അടിയിലേക്ക് പോവുകയും പുറഭാഗം മെല്ലെ മെല്ലെ പൊന്തി വരാനും തുടങ്ങി. ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ തങ്ങളുടെ ബോട്ട് ക്യാപ്റ്റൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ കടലിലേക്ക് ഇറക്കി. പക്ഷേ ഇവരൊന്നും ഇറങ്ങിയതറിയാതിരുന്ന ക്യാപ്റ്റൻ കപ്പൽ ഫുൾ സ്പീഡിൽ മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ്. കപ്പൽ അങ്ങനെ ഫുൾ സ്പീഡിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രിട്ടാനിക്ക് 2 പ്രൊപ്പല്ലറുകളാണ് ഉണ്ടായിരുന്നത്. വളരെ വേഗത്തിൽ തിരിയുന്ന ഈ പ്രൊപ്പല്ലറുകളുടെ സക്ഷൻ എഫക്റ്റിൽ പെട്ടുകൊണ്ട് കപ്പലിൻ്റെ ക്യാപ്റ്റൻ അറിയാതെ താഴേക്കിറങ്ങിയ ഈ ബോട്ടുകൾ ആ സക്ഷനിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും അവരെ പലരെയും ഈ പ്രൊപ്പല്ലറിൻ്റെ ബ്ലേഡ് അവിടെ തന്നെ കഷ്ണമാക്കി മാറ്റുകയും ചെയ്തു. ഈ ഭീകരമായ ദൃശ്യം കണ്ട മറ്റു പലരും പിന്നീട് ഇതുപോലത്തെ ഒരു സാഹസത്തിന് മുതിർന്നില്ല. പക്ഷേ ഇവർ താഴേക്കിറങ്ങിയ വിവരം അതുവരെയും ക്യാപ്റ്റന് അറിയില്ലായിരുന്നു. തൻ്റെ കപ്പൽ താൻ പ്രതീക്ഷിച്ച പോലെ ആ ഐലൻഡിലേക്ക് എത്തുന്നതിന് മുമ്പേ മുങ്ങുമെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ
തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരോടും കപ്പലിലെ മറ്റ് യാത്രക്കാരോടും കപ്പലിൽ അബാൻഡൻ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചു. മെയ്ഡേ 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 എന്ന സന്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് കപ്പലിലെ ക്യാപ്റ്റൻ അവരോട് അബാൻഡൻ ദ ഷിപ്പ് എന്നുള്ള നിർദ്ദേശം നൽകി. ഈ ഒരു നിർദ്ദേശം കേട്ട ഉടനെ തന്നെ കപ്പലിലെ ഓരോ ബോട്ടുകളും ഒന്നൊന്നായി താഴെ വെള്ളത്തിലേക്ക് ഇറക്കാൻ തുടങ്ങി. കപ്പലിൽ നിന്നും ഇറങ്ങിയ ഈ ബോട്ടുകളിലെ ആളുകളെ രക്ഷിക്കാൻ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുണ്ടായിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. തൻ്റെ അവസാനത്തെ സഹപ്രവർത്തകനോട് കൂടി ബ്രിഡ്ജിൽ നിന്നും കൺട്രോൾ സ്റ്റേഷനിൽ പോയി ബോട്ടിൽ രക്ഷപ്പെടാൻ പറഞ്ഞ ശേഷം അദ്ദേഹം മനസ്സില്ലാ മനസ്സോടെ അവസാന നിമിഷം വരെയും കപ്പലിൽ തന്നെ നിന്നു. പക്ഷേ ഇനിയും നിന്നാൽ കപ്പലിനോടൊപ്പം താനും മുങ്ങിപ്പോകുമെന്ന ആ വലിയ സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവസാനത്തെ ബോട്ടിൽ ക്യാപ്റ്റനും കടലിലേക്ക് തൻ്റെ ബോട്ട് ഇറക്കിക്കൊണ്ട് കടലിലേക്ക് പോയി. ഈ സംഭവങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് കപ്പൽ ഇടിച്ചതെന്ന് എന്തുകൊണ്ടാണ് കപ്പലിൽ എക്സ്പ്ലോഷൻ ഉണ്ടായതെന്നുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ജർമ്മൻ ഫോഴ്സുകൾ അവരെ ആക്രമിക്കാൻ വരുന്ന അലൈഡ് ഫോഴ്സിൻ്റെ കപ്പലുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി മൈനുകൾ ഒരുപാട് സ്ഥാപിച്ചിരുന്നു. വെള്ളത്തിനടിയിൽ കിടന്നിരുന്ന ഈ മൈനുകളിൽപ്പെട്ട ഒരു മൈനാണ് നമ്മളുടെ ബ്രിട്ടാനിക് എന്ന കപ്പലിൻ്റെ മുകളിൽ ഇടിക്കുകയും വെള്ളത്തിനടി അടിയിലെ ആ മൈൻ എക്സ്പ്ലോഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മൈനിൻ്റെ എക്സ്പ്ലോഷനിൽ പിടിച്ചു നിൽക്കാനാവാതെയാണ് കപ്പലിൻ്റെ മുൻഭാഗം തകരുകയും ആ തകർന്ന മുൻഭാഗത്തിലൂടെ വെള്ളം അകത്തേക്ക് ഇരച്ചു കയറുകയും ചെയ്തത്. ഇരച്ചു കയറിയ വെള്ളം സ്വാഭാവികമായിട്ടും കപ്പലിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയി. ടൈറ്റാനിക്കിൻ്റെ അപകടത്തിൽ 1000-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെങ്കിൽ ബ്രിട്ടാനിക്കിൻ്റെ അപകടത്തിൽ വളരെ കുറച്ച് പേർക്ക് 10-12 പേർക്ക് മാത്രമാണ് ജീവൻ നഷ്ടമായത്. അതിൽ പലരും നേരത്തെ പറഞ്ഞതുപോലെ ക്യാപ്റ്റൻ്റെ നിർദ്ദേശമില്ലാതെ ലൈഫ് ബോട്ട് താഴേക്ക് ഇറക്കുകയും അങ്ങനെ പ്രൊപ്പല്ലറിൻ്റെ ഇടയിൽപ്പെട്ടുകൊണ്ട് പ്രൊപ്പല്ലറിൻ്റെ ബ്ലേഡിൻ്റെ ആക്രമണത്തിൽ അല്ലെങ്കിൽ അതുകൊണ്ട് കട്ടിയപ്പെട്ട് മരിക്കപ്പെട്ടവരാണ് കൂടുതലും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സ്റ്റോറി, പിന്നീടൊരു തിയറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ 3 കപ്പലുകളുടെയും അപകടം നടക്കുന്ന സമയത്ത് സാക്ഷിയായിരുന്ന ഒരാൾ ഈ കപ്പലിലും ഉണ്ടായിരുന്നു. ടൈറ്റാനിക്കിൻ്റെ അപകടത്തിൽ രക്ഷപ്പെട്ടവരായിരുന്നു അവർ. ഒളിമ്പിക് അപകടത്തിൽപ്പെട്ടപ്പോഴും അവർ ആ കപ്പലിലുണ്ടായിരുന്നു. പിന്നീട് ബ്രിട്ടാനിക് അപകടത്തിൽപ്പെട്ടപ്പോഴും അവർ ആ കപ്പലിലുണ്ടായിരുന്നു. കപ്പലിലെ നേഴ്സായിരുന്നു അവർ. അവരെപ്പറ്റി പിന്നീട് ഒരുപാട് തിയറികളൊക്കെ പുറത്ത് വരികയുണ്ടായിരുന്നെങ്കിൽ കൂടി അവർക്ക് ഈ അപകടങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇതുവരെ ആർക്കും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും കപ്പലിലെ ഒരു ജോലിക്കാരി മാത്രമായിരുന്നവർ തൻ്റെ ജോലി കൃത്യമായി നിർവഹിക്കുക എന്നുള്ള ഒരു സംഗതി മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ ഭാഗ്യമില്ലായ്മ കൊണ്ടോ ആ കപ്പലിലെ ആൾക്കാരുടെ ഭാഗ്യമില്ലായ്മ കൊണ്ടോ ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും അവർ ആ കപ്പലുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഈ 3 സംഭവങ്ങളെയും ബന്ധിപ്പിക്കാവുന്ന ഏക തന്തു. എന്നിരുന്നാൽ കൂടി ബ്രിട്ടാനിക്കും ടൈറ്റാനിക്കും ഒളിമ്പിക്കും ചരിത്രത്തിൻ്റെ ഓർമ്മകളിലേക്ക് മാഞ്ഞുപോയി. ടൈറ്റാനിക് മുങ്ങിയത് അറ്റ്ലാന്റിക്കിലായിരുന്നെങ്കിൽ ബ്രിട്ടാനിക് മുങ്ങിയത് മെഡിറ്ററേനിയൻ സീയിലായിരുന്നു. ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കുകയും ചെയ്ത ഈ അപകടങ്ങൾ ഇന്നും മാരിടൈം ഹിസ്റ്ററിയിലെ മായ്ക്കപ്പെടാത്ത ചരിത്രങ്ങളാണ്. പുതിയ ഒരു കഥയുമായി വീണ്ടും കാണുന്നവരെ ആസ് യൂഷ്വൽ ആൻഡ് ആസ് ഓൾവേസ് ചേസ് യുവർ ഡ്രീംസ്. ഗുഡ് ബൈ.